നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ സിനിമ ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലെത്താൻ. ഇന്നലെ ഇതിൻ്റെ ഒരു പ്രസ് മീറ്റ് കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്നിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ ഞാനും പങ്കെടുത്തതാണ്. ഈ മമ്മൂക്ക ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ഇനി മമ്മൂക്കാക്ക് സിനിമ ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കമന്റ് ഇട്ട് ആറാടിയോമാർ അണ്ണാക്കിലടിക്കുന്നത് പോലെ ആയിരുന്നു ഇന്നലെ മമ്മൂക്കാട് ആ ഒരു മാസ് എൻട്രി കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു എൻട്രി ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെ ആ ഒരു പ്രസ് മീറ്റിൽ മമ്മൂക്ക ഇന്നലെ ആ ഒരു സ്റ്റേജ് മൊത്തത്തിൽ അങ്ങ് കൈയടക്കുന്നുള്ളതാണ്. ശരിക്കും ആ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം മമ്മൂക്ക പഴയതിനെക്കാട്ടിൽ കുറേ എനർജിയും ഊർജവും വളരെയധികം സുന്ദരനായിട്ടുള്ള ആ ഒരു രീതിയിലാണ് മമ്മൂക്ക ഇന്നലെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കളങ്കാവൽ എന്ന സിനിമയിലെ 23 നായികമാരെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു മമ്മൂക്ക ഈ ഒരു വേദിയിൽ വെച്ചിട്ട്. 23 നായികമാർക്കും ഒരൊറ്റ വില്ലനാണ് ഈ സിനിമയിലെ നമ്മുടെ മമ്മൂക്ക. അപ്പോൾ സിനിമയിലെ കഥാനായകനായിട്ടെത്തുന്ന നമ്മുടെ വിനായകനാണ് കേട്ടോ. വിനായകനെ ഇന്നലെ മമ്മൂക്ക അദ്ദേഹത്തിനോട് ചേർത്ത് നിർത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു. വളരെ എന്താ പറയുക, രസകരവുമായിട്ട് തോന്നി. അതിലുപരി ഈ അഭിനയ സാധ്യതയുള്ള ആളുകളെയൊക്കെ എന്നും മമ്മൂക്ക ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അത് ഇന്നലെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതാണ്. ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാരുടെയും പേര് സഹിതം വിളിച്ചുകൊണ്ടാണ് ഇന്നലെ ആ ഒരു വേദിയിലേക്ക് മമ്മൂക്ക എല്ലാവരെയും സ്വീകരിക്കുകയും ഫോട്ടോ എടുക്കുകയും. വിനായകനെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക വിനായകൻ പറഞ്ഞതും ഇപ്പം സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയാമെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ബാക്കിയുള്ളവനായ വിനായകൻ. ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടു. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നി. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ്. ശരിക്കും കാണാൻ പറ്റാം. വിനായകൻ ആകെ സംസാരിച്ചത് ഈ ഒരൊറ്റ വിഷയം മാത്രമായിരുന്നു. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഇനി ഇതുപോലൊരു നടനൊരു ഭാഗ്യം ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം ദൈവാധീനമുള്ള ഒരാളാണ് ഞാൻ. അത് മമ്മൂക്കയുടെ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ മമ്മൂക്ക കൊടുത്തിട്ടുള്ള ആ ഒരു മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ എടുത്തിരിക്കുക. അപ്പോൾ മമ്മൂക്ക കൊടുത്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് വിനായകൻ അവർ പറഞ്ഞത്. മമ്മൂക്ക തിരിച്ച് വിനായകനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് വിനായകന്റെ കണ്ണ് നിറയുന്നതായിട്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം എന്താ പറയുക, ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ഇന്നലെ ആ ഒരു പ്രസ് മീറ്റിൽ കണ്ടത്. എന്നാൽ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളത് ഇന്നലെ ആ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ തന്നെ മനസ്സിലായി. നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള, സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. എന്തായാലും മമ്മൂക്ക തുറന്നു പറഞ്ഞു, നായകൻ ഞാനല്ല, ഞാൻ വില്ലനാണ്, നായകൻ വിനായകനാണ് എന്ന് മമ്മൂക്ക ആ ഒരു വേദിയിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തു. അപ്പൊ ഇത്തരം കഥാപാത്രങ്ങൾ മമ്മൂക്ക എടുക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം, ആ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം തന്നെയാണ്. ഒരു കാര്യം കൂടെ ഈ ഒരു പ്രസ് മീറ്റിൽ മമ്മൂക്ക പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഞാൻ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമ കണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് നിങ്ങൾ ആരും മറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. സൂചനയും കൂടിയാണ് മമ്മൂക്ക തന്നത്. എന്തായാലും ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമ നമുക്ക് മുന്നിലെത്താൻ. ആദ്യ ഷോ തന്നെ കാണാം. ആദ്യ ഷോ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും